ഇന്ത്യയുടെ ഏറ്റവും വലിയ എക്സ്പോർട്ട് ഇൻഡസ്ട്രീസിൽ ഒന്നാണ് ഫാർമ ഇൻഡസ്ട്രി. ലോകത്തിലെ കോടിക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന ജനറിക് മെഡിസിൻസിൽ വലിയൊരു പങ്ക് ഇന്ത്യയിൽ നിന്നാണ് എത്തുന്നത്. പക്ഷേ ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വന്ന ഒരു പ്രഖ്യാപനം ഇന്ത്യൻ ഫാർമ കമ്പനികളെയും ലോകമെമ്പാടുമുള്ള മരുന്ന് വിപണിയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. ട്രംപ് പറയുന്നത് ഇപ്പോൾ ടാരിഫ് 0, പക്ഷേ 2 വർഷത്തിന് ശേഷം 100%, പിന്നാലെ 200%. വിദേശത്ത് മരുന്ന് നിർമ്മിച്ച് അമേരിക്കയിൽ വിറ്റ് പണം കൊയ്യുന്നത് ഇനി നടക്കില്ല. 2 വർഷത്തിനുള്ളിൽ അമേരിക്കയിൽ പ്ലാന്റുകൾ സ്ഥാപിച്ചില്ല എങ്കിൽ കനത്ത പിഴയായി നികുതി ഈടാക്കുമെന്നാണ് ഭീഷണി. എന്നാൽ ഈ തീരുമാനത്തിന്റെ ഏറ്റവും വലിയ ഇര ആരാണ് എന്നറിയാമോ? മറ്റാരുമല്ല, ഇന്ത്യ. ഫാർമസി ഓഫ് ദ വേൾഡ്, ലോകത്തിന്റെ ഫാർമസി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഫാർമ മേഖലയ്ക്ക് ഇത് എത്രത്തോളം വലിയ ആഘാതമാണ്? അമേരിക്കയുടെ പോക്കറ്റിന് ഇത് എങ്ങനെ ബാധിക്കും? പരിശോധിക്കാം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ഈ ഒരു നിർണായക പ്രഖ്യാപനം നടത്തിയത്. ട്രംപ് പ്രഖ്യാപിച്ച ടൈം ലൈൻ ഇങ്ങനെയാണ്. ഒന്നാമതായിട്ട് 2026 ഓഗസ്റ്റ് 1 മുതൽ 2028 ഓഗസ്റ്റ് 1 വരെ നിലവിലുള്ളതുപോലെ വിദേശത്ത് നിന്നുള്ള ജനറിക് മെഡിസിൻസിന് 0% ടാരിഫ്, അതായത് പൂർണ്ണ നികുതി ഇളവുണ്ടായിരിക്കും. മരുന്ന് നിർമ്മാണ കമ്പനികൾക്ക് അമേരിക്കയിൽ ഫാക്ടറികളും സജ്ജീകരണങ്ങളും നിർമ്മിക്കാൻ നൽകിയിരിക്കുന്ന 2 വർഷത്തെ ഒരു ഗ്രേസ് പീരിയഡ് ആണിത്. രണ്ടാമത്തേത് 2028 ഓഗസ്റ്റ് 1 മുതൽ വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്ന എല്ലാ ജനറിക് മെഡിസിൻസിനും 100% നികുതി ചുമത്തും. 2029 ഓഗസ്റ്റ് 1 മുതൽ ഈ ടാരിഫ് ഇരട്ടിയായി 200%ത്തിലേക്ക് ഉയർത്തും. അമേരിക്കൻ ജനതയെ സംരക്ഷിക്കാനും വിദേശ രാജ്യങ്ങളിലുള്ള മരുന്ന് നിർമ്മാണം അമേരിക്കയിലേക്ക് തിരികെ കൊണ്ടുവരാനുമാണ് ഈ കർശന നടപടി എന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. എന്നാൽ ബ്രാൻഡഡ് അല്ലെങ്കിൽ പേറ്റന്റ് ഉള്ള മരുന്നുകളുടെ നയത്തിൽ മാറ്റമുണ്ടാകില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇനി ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇതിന് ഇന്ത്യയുമായിട്ട് എന്താണ് ബന്ധം? സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ നയം ഏറ്റവും ശക്തമായിട്ട് ബാധിക്കാൻ പോകുന്നത് നമ്മളെയാണ്, ഇന്ത്യയാണ്. എന്തുകൊണ്ടെന്നാൽ അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ ജനറിക് മെഡിസിൻസ് കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ 1ാം സ്ഥാനം ഇന്ത്യക്കാണ്. കണക്കുകൾ നോക്കിയാൽ വൻകിട കയറ്റുമതി, അതായത് 2025 മാത്രം ഇന്ത്യ അമേരിക്കയിലേക്ക് $9.7 ബില്യൺ, ഏകദേശം 80,000 കോടിയിലധികം രൂപയുടെ മരുന്നുകളാണ് കയറ്റി അയച്ചത്. ഇന്ത്യയുടെ ആകെ ഔഷധ കയറ്റുമതിയുടെ 38% അമേരിക്കയിലേക്കാണ് പോകുന്നത്. ഇനി ജീവൻ രക്ഷാ മരുന്നുകൾ അമേരിക്കയിൽ ഡയബറ്റീസ്, രക്തസമ്മർദ്ദം, ഹൈപ്പർ ടെൻഷൻ, ക്യാൻസർ, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, പകർച്ചവ്യാധികൾ എന്നിവയ്ക്കായിട്ട് ഡോക്ടേഴ്സ് കുറിക്കുന്ന ഭൂരിഭാഗം ജനറിക് മെഡിസിൻസും നിർമ്മിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ കമ്പനികളാണ്. ഇനി US വിപണിയിലെ നമ്മുടെ സാന്നിധ്യമാണ്. അമേരിക്കൻസ് ഉപയോഗിക്കുന്ന ആകെ മരുന്നുകളിൽ 90% ജനറിക് മെഡിസിൻസ് ആണ്. ഇതിൽ മെജോറിറ്റിയും സൺ ഫാർമ, ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ്, സിപ്ല, ലുപിൻ തുടങ്ങിയ ഇന്ത്യൻ ഫാർമ ഭീമന്മാരുടെയാണ്. ഇനി ഈ മരുന്നുകൾക്ക് 100%, പിന്നീട് 200% നികുതി വരിക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മരുന്നുകളുടെ വില അമേരിക്കയിൽ കുതിച്ചുയരും. ഇത് ഇന്ത്യൻ കമ്പനികളുടെ ലാഭക്ഷമതയും കയറ്റുമതി വരുമാനത്തെയും കഠിനമായി ബാധിക്കും. അമേരിക്ക തങ്ങളുടെ ആഭ്യന്തര ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെങ്കിലും ഇത് പ്രായോഗികമാണോ എന്ന് പല സാമ്പത്തിക വിദഗ്ധരും സംശയം പ്രകടിപ്പിക്കുന്നു. ഒന്നാമതായിട്ട്, മരുന്ന് ഉൽപ്പാദനം പെട്ടെന്ന് മാറ്റാൻ കഴിയില്ല. 2 വർഷത്തിനുള്ളിൽ ഭീമൻ കെട്ടിടങ്ങളും അത്യാധുനിക പ്ലാന്റുകളും അമേരിക്കയിൽ പണിത് ഉൽപ്പാദനം തുടങ്ങുക എന്നത് എളുപ്പമല്ല. രണ്ടാമത്, മരുന്ന് വില കുതിച്ചുയരും. അമേരിക്കയിൽ മരുന്ന് നിർമ്മാണ ചെലവ് ഇന്ത്യയെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. അതിനു പുറമെ 200% ടാരിഫ് കൂടി വരുമ്പോൾ സാധാരണക്കാരായ അമേരിക്കൻ രോഗികൾക്ക് മരുന്നുകൾ താങ്ങാനാകാത്ത വിലയിലാകും. മൂന്നാമത്തേത്, മരുന്നിന്റെ ക്ഷാമമുണ്ടാകാം. ഇന്ത്യയിൽ നിന്നുള്ള വിതരണം തടസ്സപ്പെടുകയും ആഭ്യന്തരമായിട്ട് മതിയായ ഉൽപ്പാദനം നടക്കാതിരിക്കുകയും ചെയ്താൽ അമേരിക്കയിൽ കടുത്ത ജീവൻ രക്ഷാ മരുന്ന് ക്ഷാമത്തിന് വഴി തുറക്കും. അടുത്ത ചോദ്യം, അമേരിക്കൻ ജനങ്ങൾക്കും തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഇവിടെ ഒരു വലിയ ചർച്ചയുണ്ട്. ജനറിക് മെഡിസിൻ സാധാരണയായിട്ട് വില കുറഞ്ഞ മരുന്നുകളാണ്. ഇവയ്ക്ക് വലിയ ടാരിഫ് വന്നാൽ മരുന്നിന്റെ വില കൂടാൻ സാധ്യതയുണ്ടെന്ന് ചില ആരോഗ്യ വിദഗ്ധരും വ്യവസായ സംഘടനകളും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതേസമയം അമേരിക്കൻ സർക്കാർ പറയുന്നത് ദീർഘകാലത്ത് ആഭ്യന്തര നിർമ്മാണം വർദ്ധിച്ചാൽ സപ്ലൈ കൂടുതൽ സുരക്ഷിതമാകുമെന്നാണ്. ഇത് ഇപ്പോൾ അമേരിക്കയ്ക്കുള്ളിലും വലിയ ചർച്ചയാണ്. ഇന്ത്യ ഇനി എന്ത് ചെയ്യും? ഇന്ത്യൻ ഫാർമ കമ്പനികൾ ഇതിനകം തന്നെ ഈ ഒരു പ്രഖ്യാപനം വിലയിരുത്തുകയാണ്. ചില കമ്പനികൾ അമേരിക്കയിൽ കൂടുതൽ നിക്ഷേപം നടത്താൻ സാധ്യതയുണ്ട്. ചിലർ ജോയിന്റ് വെഞ്ചേഴ്സ് അന്വേഷിക്കും, ചിലർ മറ്റ് എക്സ്പോർട്ട് മാർക്കറ്റ്സ് ശക്തിപ്പെടുത്താനും ശ്രമിക്കും. ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകളിലും ഈ വിഷയം പ്രധാന അജണ്ടയാകാൻ സാധ്യതയുണ്ട്. ശരിക്കും ഇതൊരു ടാരിഫ് വാർത്ത മാത്രമല്ല, ലോക വ്യാപാരത്തിൽ സപ്ലൈ ചെയിൻ എവിടെ ആയിരിക്കണമെന്ന ചോദ്യത്തിനുള്ള പുതിയ രാഷ്ട്രീയ നീക്കമാണ്. മരുന്ന് നിർമ്മാണം അമേരിക്കയിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമമാണോ, അല്ലെങ്കിൽ പുതിയ ട്രേഡ് പ്രഷറാണോ എന്ന ചർച്ച ഇപ്പോൾ ശക്തമാവുകയാണ്. ഇപ്പോൾ പ്രഖ്യാപനം മാത്രമാണ് വന്നിരിക്കുന്നത്. യഥാർത്ഥ പരീക്ഷണം 2028 തുടങ്ങുക. അതിനു മുൻപ് ഇന്ത്യൻ കമ്പനികൾ അമേരിക്കയിൽ കൂടുതൽ നിക്ഷേപിക്കുമോ? ഇന്ത്യയും അമേരിക്കയും പുതിയ ട്രേഡ് എഗ്രിമെന്റിലേക്ക് എത്തുമോ? അല്ലെങ്കിൽ 100%, പിന്നീട് 200% ടാരിഫ് യാഥാർത്ഥ്യമാകുമോ? ഈ ചോദ്യങ്ങളുടെ ഉത്തരമാണ് അടുത്ത കുറച്ച് വർഷങ്ങളിൽ ഇന്ത്യയുടെ ഫാർമ ഇൻഡസ്ട്രിയുടെയും അമേരിക്കയിലെ മരുന്ന് വിപണിയുടെയും ഭാവി തീരുമാനിക്കുക. അതുകൊണ്ട് ഇതൊരു സാധാരണ ടാരിഫ് വാർത്തയില്ല. ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ എക്സ്പോർട്ട് സെക്ടറിനെ നേരിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള ഒരു വലിയ സാമ്പത്തിക മുന്നറിയിപ്പാണ്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.